ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളുണ്ട്. അതിന്റെ യുവജന സംഘടനയായ SFIയുടെ നിലപാടുകളുണ്ട്. SFIയുടെ അപ്രഖ്യാപിത നയം തന്നെ അവർ നടപ്പിലാക്കുന്നത് തന്നെ ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ സെക്സ് എന്ന മുദ്രാവാക്യമല്ലേ? അത് നമുക്ക് നിഷേധിക്കാനൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അത് ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്നുള്ളത്. ഇതെല്ലാം ഒരു ഭാഗത്ത് കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണമാകുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്ന എന്താണ്? ഇവിടെ നിയമവ്യവസ്ഥ ആരും ഭയക്കുന്നില്ല. കുറച്ചുനാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുറുവാ സംഘം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊരു സംഘം വന്ന് കേരളത്തിൽ യഥേഷ്ടം മോഷണം നടത്തി. അവസാനം അവർ പിടിക്കപ്പെട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ക്ലോസ് സർക്യൂട്ട് TV കണ്ടപ്പോഴത്തേക്കിന് അർദ്ധനഗ്നരായിട്ടുള്ള കൗമീനം മാത്രം ധരിച്ചുകൊണ്ടാണ് അവര് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. പോലീസ് അബദ്ധവശാൽ അവരെ പിടിച്ചു കഴിഞ്ഞപ്പം ആ കൗമീനത്തിനകത്ത് പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർക്കറിയാം പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലീസ് ഒന്നും ചെയ്യത്തില്ല എന്ന ഒരു സന്ദേശം തമിഴ്നാട്ടിൽ വരെ എത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് കേരളത്തിൽ വന്ന് അഴിഞ്ഞാടിയത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഇന്ന് ലഹരി വ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ലഹരി വ്യാപനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഇന്ന് 2025 നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അവസാന വർഷം കേരളം ചർച്ച ചെയ്തിരുന്നത് എന്താണ്? മദ്യനയത്തെക്കുറിച്ച്. മദ്യത്തിന്റെ വിപത്തും ദോഷവും ഗുണവും ഒക്കെ അതിന്റേതുണ്ടായിരുന്നു. മദ്യമായിരുന്നു എന്നൊരു വിപത്തായി കണ്ട് അതിനുള്ള നയങ്ങളായിരുന്നു എന്ന് രൂപീകരിച്ചതെങ്കിൽ 10 വർഷം കഴിഞ്ഞ് മാരകമായ മയക്കുമരുന്നിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടെ ശ്രീ രാജീവ് കാന്തരൂപൻ പറഞ്ഞ പോലെ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാത്രമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്ന് അസന്നിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. നമുക്ക് അറിവുള്ളതാണ്, അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. മാത്രവുമല്ല, ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? എങ്ങനെയാണ്? ഇപ്പൊ സഹകരിക്കാവുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പ്രതിപക്ഷം സഹകരിക്കാം. നേരത്തെയും സഹകരിച്ചല്ലോ. എന്താണ് ഗവൺമെന്റിനെ കുറിച്ചുള്ള സമീപനം? ഇവരുടെ ക്യാമ്പയിൻ 2 വർഷം മുമ്പ് ഒരു ക്യാമ്പയിൻ നടത്തിയല്ലോ. എന്തായിരുന്നു ക്യാമ്പയിൻ? പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വെയിലത്തിറക്കി നിർത്തി പ്രതിജ്ഞ ചെയ്ത് വീട്ടിൽ വിടുന്ന പ്രഹസനം മാത്രമല്ലായിരുന്നു നിങ്ങളുടെ ക്യാമ്പയിൻ. അതിനെല്ലാ പ്രദേശത്തും അതിന് സ്വാഗത സംഘം കൂടി ആ ക്യാമ്പയിന് വേണ്ടി ചെയ്തു. മണിക്കൂറുകളോളം കുട്ടികളെ വെയിലത്ത് നിർത്തി. അന്നല്ലേ മലയങ്കീഴ് ശ്രീ ശക്തൻ നാടാരോടുണ്ട്, മലയങ്കീഴ് ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ കൺവീനറോ ഏതോ ഒരു സ്ഥാനത്ത് വന്നത് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവാണ്. ക്യാമ്പയിൻ രാവിലെ കഴിഞ്ഞ് വൈകിട്ട് പോലീസ് യാദൃശ്യമായി അബദ്ധവശാൽ പോലീസ് സ്കൂട്ടർ കൈയാണിച്ചീർത്തി പിടിച്ചപ്പോൾ ലഹരി കടത്തിന്റെ മെയിൻ ആള് ആ ഡിവൈഎഫ്ഐയുടെ നേതാവ്. മാത്രവുമല്ല, ഒന്നുകൂടെ കിട്ടി, ഒരു കാര്യവും കൂടെ കിട്ടി. ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ 32 പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ നഗ്ന ഫോട്ടോയും കൂടെ ആ മൊബൈൽ ഫോണിലുണ്ടായിരുന്നു. അന്നേരം എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ തടയിടുന്നത്? ഒരു ഉദാഹരണവും കൂടെ പറയാം. ഇവിടെ മറ്റേ എന്താ ഇതിന് പറയുന്നത്, ശംഭു എന്നൊക്കെ പറഞ്ഞ് ഈ നാക്കിനടി വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കേരളത്തിൽ നിരോധിക്കപ്പെട്ടതാണ്. അത് തമിഴ്നാട്ടിലും കർണാടകത്തിലും സുലഭമായിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ചവറയിൽ നിന്നുള്ള ഒരാള് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ പോയി. അദ്ദേഹത്തിന് ചില അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ആ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഇത് കിട്ടിയതുകൊണ്ട് 100 എണ്ണം വാങ്ങിച്ചു. 500 രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഹോൾസെയിൽ വാങ്ങിച്ചാൽ അതിൽ നിന്നും കുറയും. അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്ന് ഇവർ കൊടുത്തു കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഇതിന്റെ ഒരു ലാഭം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം കേരളത്തിന് ഇതിൽ 60 മുതൽ 80 രൂപ വരെയാണ് ഒരു പാക്കറ്റ്. എന്നാൽ 500 രൂപ മുടക്കി അവിടുന്ന് 100 എണ്ണം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ 100 എണ്ണത്തിന്റെ ലാഭം 5000 രൂപ കുറഞ്ഞതുണ്ട് കേരളത്തിലെത്തിക്കഴിഞ്ഞു. ഞാനിത് ഓർമ്മിപ്പിച്ചത് ആലപ്പുഴയിലെ CPMന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നേതാവായ ഷാനവാസിന്റെ 2 ലോറിയാണ് കരുനാഗപ്പള്ളിയിൽ ഈ സാധനവുമായി പിടിച്ചത്. ആ 2 ലോറിയുടെ വില എത്ര കോടിയാണ് എന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ആ കേസ് എന്തായെന്ന് ഇപ്പൊ ആർക്കെങ്കിലും അറിയാവോ? എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടവരുടെ രാഷ്ട്രീയ കണക്ഷൻ പിന്തുണ കൊണ്ടത് മാത്രമാണ്.
നമുക്കറിയാം എക്കാലവും ചാരായ നിരോധനത്തെ തുടർന്ന് അന്നൊരു അവസരമായി കണ്ട് ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ചാരായ നിരോധനത്തെ തുടർന്ന് സ്പിരിറ്റിന്റെ കള്ളക്കടത്തിലേക്ക് അന്ന് കടന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ CPMന്റെ സഹയാത്രികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി എന്ന് പ്രവർത്തിച്ചവർ മാത്രമായിരുന്നു. അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ ഉന്നത തലത്തിലെത്തിയിട്ടുണ്ട്, മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നും വീണ്ടും ഒരു അവസരമായി ലഹരി ഒരു അവസരമായി കാണുകയും ആ ലഹരി കടത്തിലേക്ക് CPMന്റെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ ഇറങ്ങി തിരിച്ചത് കൊണ്ടൊന്ന് മാത്രമാണ് ഈ നിലയിൽ പോലീസ് നിർവീര്യമായി നിൽക്കുന്നത്, നിർജീവമായി നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.